എല്ലാവർക്കും ഫുഡ് ഡെയിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുപുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടാണ്, നല്ല സ്പൈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുപുരട്ടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ചോറിനോടൊപ്പം ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ഞാൻ ഒരു കത്തിരിക്ക, ഒരു പീസ് പടവലം, കുറച്ച് ബീൻസ്, ക്യാരറ്റ്, സവാള, തക്കാളി എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് പുറമെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക, നീളം പയർ, കോവയ്ക്ക, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മലക്കറി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ ഇത്രയും മാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് സാധാരണ നമ്മൾ ഒരു പച്ചക്കറി ഉപയോഗിച്ച് ചെയ്യുന്ന മെഴുക്കുപുരട്ടിയല്ല, നമ്മുടെ മിക്സഡ് വെജായിട്ട് ചെയ്യുന്ന മെഴുക്കുപുരട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ എല്ലാ പച്ചക്കറിയും ഞാൻ ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് അരിഞ്ഞെടുക്കാം. പക്ഷെ ഇതുപോലെ ഒരേ ഷേപ്പിന്റെ നീളത്തിന് അരിഞ്ഞെടുക്കുന്നത് ഒരു ഭംഗിയായിരിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ പച്ചക്കറിയും ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സാധാരണ മെഴുക്കുപുരട്ടിയൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇത് എണ്ണയിൽ ഈ പച്ചക്കറി ചേർത്തതിന് ശേഷവും നമുക്ക് ഈ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ആദ്യമേ ഇതിലേക്ക് മസാല പൊടിയൊക്കെ ഒന്ന് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ അതിലായിട്ട് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് പെരിഞ്ചീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, കാരണം എനിക്ക് അധികം സ്പൈസ് വേണ്ട. അപ്പം നമുക്ക് നല്ല സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി എടുത്താൽ മതിയാകും. ഇതെല്ലാം ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യണം. ഇനി ഇതിന് പുറമെ ആയിട്ട് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, അതിന് പുറമെ ഒരല്പം കായപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മളിൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു തുണ്ട് ഇഞ്ചിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് ഒരു തുണ്ട് ഇഞ്ചി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇഞ്ചി ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മെഴുക്കുപുരട്ടിക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ അതുപോലെ ചെയ്ത് നോക്കുക. ഒരു തുണ്ട് ഇഞ്ചി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് നല്ലപോലെ പേസ്റ്റ് ആക്കിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉരച്ചെടുത്തോ ചേർത്തതിന് ശേഷം ഇതുപോലെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ വെള്ളം ചേർക്കുന്നതിന് പകരമായിട്ട് ഒരല്പം എണ്ണ ചേർത്താണ് ഇതിൽ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ എണ്ണയൊക്കെ ചേർത്ത് ഞാനിത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇനി ഇതങ്ങനെ ഒരുപാട് സമയം നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ്ലി തന്നെ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെല്ലാ സാധനവും ആവശ്യത്തിന് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച സ്ഥിതിക്ക് ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കേണ്ടതില്ല. അതുകൊണ്ട് ഒരല്പം എണ്ണ ചേർത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പച്ചക്കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എണ്ണയിലേക്ക് ചേർത്തതിന് ശേഷം അത്യാവശ്യം നന്നായിട്ടൊന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പം അടച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഫ്ലെയിം മീഡിയം ടു ലോയിലേക്ക് വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. അപ്പൊ ഇങ്ങനെ പച്ചക്കറി വേകുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പൊ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ആ സമയത്ത് ഇത് അടിക്ക് പിടിച്ചിട്ടില്ലെന്ന് ഉറപ്പ് വരുത്താനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും പച്ചക്കറികളൊക്കെ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഒരിക്കൽ കൂടെ ഞാനിത് അടച്ചു വെക്കാൻ പോവുകയാണ്. അപ്പൊ ഫ്ലെയിം ഇപ്പോഴും മീഡിയം ടു ലോയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും സമയം കൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മല്ലിയില കൂടെ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും അതിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും. അപ്പൊ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാതെ അതോടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി മിക്സഡ് വെജ് മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് ഇഞ്ചി ചേർക്കുന്ന സ്റ്റെപ്പ് എല്ലാവരും ഫോളോ ചെയ്യുക. അത് മാത്രം ആരും സ്കിപ്പ് ചെയ്യരുത്. പച്ചക്കറിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി സ്പൈസി ആയിട്ടുള്ള നമ്മുടെ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ ഇഷ്ടമായാൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം ഫുഡ് ഡെയിലി.